നമസ്കാരം. നിയമസഭയിൽ ശബരിമല സ്വർണ്ണക്കൊള്ള ഉന്നയിച്ച് പ്രതിപക്ഷ പ്രതിഷേധം. സഭയ്ക്കുള്ളിലും സമരം ചെയ്യുമെന്ന പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. സഭാ നടപടികളുമായി സഹകരിക്കില്ലെന്ന് പറഞ്ഞ പ്രതിപക്ഷം പ്ലക്കാർഡുകളുമായി മുദ്രാവാക്യം വിളികളുമായി നടുത്തളത്തിലിറങ്ങി. അതേസമയം അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയില്ല. SITയെ നോക്കുകുത്തിയാക്കി പ്രതികൾ സ്വാഭാവിക ജാമ്യം നേടി പുറത്തിറങ്ങുന്നു. 3 ദിവസം കൂടി കഴിഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും CPM നേതാക്കളും പുറത്തിറങ്ങുമെന്നും പ്രതിപക്ഷം പറഞ്ഞു. സ്പീക്കറുടെ മുഖത്തിന് നേർക്ക് സ്വർണം കെട്ടത് ആരപ്പ എന്ന ബാനറും ഉയർത്തി. ബാനർ താഴ്ത്തണമെന്ന് സ്പീക്കർ ആവശ്യപ്പെട്ടു. പ്രതിപക്ഷത്തിന് ഉത്തരവാദിത്തമില്ലായ്മയെന്ന മന്ത്രി വീണ ജോർജ് കുറ്റപ്പെടുത്തി. എന്ത് അതിക്രമമാണ് കാണിക്കുന്നതെന്ന് MP രാജേഷ് ചോദിച്ചു. ഇത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ്. പ്രതിപക്ഷത്തിന് വിഷയദാരിദ്ര്യമാണ്. തൊഴിലുറപ്പ് അട്ടിമറിച്ച ദിവസം മോദിയോടൊപ്പം ചായ കുടിച്ച പ്രിയങ്കയുടെ അനുയായികളാണ് ഇവർ. ഹൈക്കോടതിയിൽ നിന്ന് കരണക്കുറ്റിക്ക് മാറി മാറി അടികിട്ടിയെന്ന് മന്ത്രി പരിഹസിച്ചു. പ്രതിപക്ഷം കവലച്ചട്ടമ്പിമാരാണെന്നും ഭരണപക്ഷം ആരോപിച്ചു. ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്. ചോദ്യോത്തര ചോദ്യങ്ങൾ ഉന്നയിക്കുവാനുള്ള അവകാശത്തെയാണ് പ്രതിപക്ഷം ചോദ്യം ചെയ്യുന്നതെന്ന് DK മുരളി പറഞ്ഞു. ഇതിനിടെ മുദ്രാവാക്യം വിളികളുമായി ഭരണപക്ഷ അംഗങ്ങളും സീറ്റ് വിട്ട് മുൻനിരയിലേക്ക് നീങ്ങി. ഇതോടെ സഭയിൽ വൻ ബഹളമായി. സ്പീക്കറുടെ ഡയസിൽ കയറി MLA-മാരായ അൻവർ സാദത്തും മാത്യു കുഴൽനാടനും പ്രതിഷേധിച്ചു. ഇതോടെ സഭാ നടപടികൾ താൽക്കാലികമായി നിർത്തിവെച്ച് സ്പീക്കർ ഇരിപ്പിടത്തു നിന്ന് എഴുന്നേറ്റുപോയി. സ്പീക്കറുടെ ഡയസിന് മുകളിലേക്ക് ചാടിക്കയറാനാണ് പ്രതിപക്ഷ MLA-മാർ ശ്രമിച്ചത്. ഇതിന് പിന്നാലെയാണ് സ്പീക്കർ ഡയസ് വിട്ട് എഴുന്നേറ്റ് പോയത്. MLA അൻവർ സാദത്താണ് കാലുയർത്തി ഡയസിന് മുകളിലേക്ക് കയറുവാൻ ശ്രമിച്ചത്. അൻവർ സാദത്തിന് പുറമെ TV ഇബ്രാഹിം, സനീഷ് കുമാർ ജോസഫ് എന്നിവരും ഡയസിലേക്ക് ചാടിക്കടക്കുവാൻ ശ്രമിച്ചു. വാച്ച് ആൻഡ് വാർഡ് തടഞ്ഞതോടെ പ്രതിപക്ഷ അംഗങ്ങൾ തിരികെ സീറ്റുകളിലേക്ക് മടങ്ങി. സ്വർണ്ണക്കൊള്ള വിഷയം ഉന്നയിച്ചതോടെ സഭ പ്രക്ഷുബ്ധമായി. സ്വർണ്ണക്കൊള്ളയിൽ സർക്കാരിനെ വിമർശിച്ച് പ്രതിപക്ഷം ബാനറുകൾ ഉയർത്തി. ഡയസിനടുത്തെത്തി തന്റെ മുഖം മറയ്ക്കും വിധം ബാനർ ഉയർത്തിയ പ്രതിപക്ഷത്തോട് ബാനർ താഴ്ത്തണമെന്നാണ് സ്പീക്കർ ആവശ്യപ്പെട്ടത്. ബാനർ താഴ്ത്തിയില്ലെങ്കിൽ പിടിച്ചു മാറ്റുമെന്നും സ്പീക്കർ പറഞ്ഞു. ഇതിനിടെയാണ് ഡയസിലേക്ക് കയറുവാനുള്ള പ്രതിപക്ഷ ശ്രമം നടന്നത്. ഇതോടെ സ്പീക്കർ ഡയസ് വിട്ടിറങ്ങുകയായിരുന്നു. കുറച്ചു സമയത്തിനകം സ്പീക്കർ തിരികെ എത്തിയെങ്കിലും പ്രതിപക്ഷം പ്രതിഷേധം തുടർന്നു. ഡയസിനു മുകളിൽ വീണ്ടും സ്വർണ്ണക്കൊള്ള വിഷയം ഉന്നയിച്ചുള്ള ബാനർ വെച്ച് സ്പീക്കറുടെ മുഖം മറച്ചു. പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി സഭാ നടപടികളോട് സഹകരിക്കാതെ തുടർന്നു. പ്രതിപക്ഷാംഗങ്ങൾ സഭയിൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പാരഡി ഗാനവും പാടി. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ അന്വേഷണം വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയിലാണ് ഉള്ളതെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ സഭയിൽ പറഞ്ഞു. പ്രതികൾ എല്ലാവരും ജാമ്യത്തിൽ പുറത്തിറങ്ങുകയാണെന്നും അതിന് SIT അവസരം ഒരുക്കി നൽകുകയാണെന്നും ആരോപിച്ച സതീശൻ ഇതിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസാണെന്നും പറയുകയുണ്ടായി. പിന്നാലെയാണ് പ്രതിപക്ഷം സഭാ നടപടികളുമായി സഹകരിക്കില്ലെന്ന് സതീശൻ അറിയിച്ചത്. സഭയിൽ സ്വർണ്ണക്കൊള്ള ഉയർത്തിയ പ്രതിപക്ഷത്തിന് വിഷയദാരിദ്ര്യമെന്നാണ് മന്ത്രി MP രാജേഷ് പ്രതികരിച്ചത്. ഹൈക്കോടതിയിൽ നിന്നും 2 കവളിലും സ്പ്രിംഗ്ലർ വിഷയത്തിൽ മാറി മാറി പ്രഹരമേൽക്കുന്നു. കോടതിയിൽ തോറ്റാൽ സഭയിലെന്നാണോ എന്നായിരുന്നു വി.ഡി. സതീശന് MP രാജേഷിന്റെ മറുപടി. പ്രതിപക്ഷം കവലച്ചട്ടമ്പിമാരാണോ എന്നായിരുന്നു DK മുരളിയുടെ പ്രതികരണം. നാണം കെട്ട സമരപരിപാടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ ഒരു വികസനത്തിനും അനുവദിക്കില്ലെന്ന നിലപാടാണ് പ്രതിപക്ഷത്തിന് എന്നായിരുന്നു LDF കൺവീനറായ TP രാമകൃഷ്ണൻ പറഞ്ഞത്. പ്രതിപക്ഷത്തിനെതിരെ ശിവൻകുട്ടി രൂക്ഷ വിമർശനം ഉന്നയിച്ചു. ഒപ്പം പാരഡി ഗാനവും പാടി. സ്വർണം കെട്ടത് കോൺഗ്രസ് അപ്പ, സംരക്ഷിക്കുന്നത് സോണിയാഗാന്ധി അപ്പ എന്നാണ് ശിവൻകുട്ടി സഭയിൽ പാടിയത്.